തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുക എന്നുള്ളത്. അപ്പം സാധാരണയായിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് നിസ്കാരത്തിൽ പാരായണം ചെയ്യാറുണ്ട്, നിസ്കാരത്തിൻ്റെ അല്ലാത്ത സമയത്ത് നമ്മൾ പാരായണം ചെയ്യാറുണ്ട്. അപ്പം നിസ്കാരത്തിൽ ഓതുമ്പോൾ എങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടത്, നിസ്കാരത്തിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടത് എന്ന വിഷയമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിസ്കാരത്തിലാണെങ്കിൽ ഉദാഹരണത്തിന് സൂറത്തുൽ അലഖ് ഇഖ്റ ബിസ്മി ഓതുകയാണെങ്കിൽ അതിൻ്റെ അവസാനത്തിലുണ്ടല്ലോ കല്ലാ ലാ തുതിഉഹു വസ്ജുദ് വഖ്തരിബ്, ഇത് ഈ സൂറത്തിൻ്റെ അവസാന ഭാഗമാണ്. ആ ആയത്തിൻ്റെ അവസാനത്തിൽ ചെറിയൊരു ചിഹ്നമുണ്ട്, അതിന് മുകളിലായിട്ട് ഒരു ലൈനുമുണ്ട്. ഈ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ ഈ ഓതിയ ആൾക്ക് നിസ്കരിക്കുന്നവനാണല്ലോ, നിസ്കരിക്കുന്നവനാകുമ്പോൾ നേരെ ഈ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യേണ്ടത്? കാരണം സൂറത്ത് അവസാനിച്ചിട്ടുണ്ട്. സൂറത്ത് അവസാനിച്ചാലും ഇല്ലെങ്കിലും ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇനി വേറെ ഏതെങ്കിലും പിന്നെ ആയത്തുകളൊക്കെ ഓതുന്ന സമയത്ത് അവസാനിച്ചാലും ഇല്ലെങ്കിലും ഈ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ നേരെ സുജൂദിലേക്കാണ് പോകേണ്ടത്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ സുജൂദിലേക്ക് പോവുക. സുജൂദിൽ സാധാരണ ചൊല്ലുന്നത് പോലെ സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്ന് ചൊല്ലുക. പ്രത്യേകമായിട്ട് ചൊല്ലേണ്ട ഒരു തസ്ബീഹാണ് സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന തസ്ബീഹാണ് ചൊല്ലേണ്ടത്. ഇനി അത് അറിയാത്ത ആളുകളുടെ സാധാരണ നിസ്കാരത്തിൽ ചൊല്ലുന്ന സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്ന ആ ഒരു സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്ന തസ്ബീഹ് ചൊല്ലുക. ചൊല്ലിയതിന് ശേഷം നേരെ ഈ പിന്നെന്ത് ചെയ്യുക, അല്ലാഹു അക്ബർ. സാധാരണ സുജൂദിന്റെ എഴുന്നേൽക്കുമ്പോൾ എങ്ങനെ എഴുന്നേൽക്കല്? ഒന്ന് ഇരുന്നിട്ട് എഴുന്നേൽക്കണം. അതാണ് സാധാരണ നിസ്കാരത്തിലായാലും അല്ലെങ്കിൽ സാധാരണ സുജൂദൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ എങ്ങനെയാണ് ചെയ്യുക? ആ ഒന്ന് ഇരുന്നിട്ട് എഴുന്നേൽക്കുക, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നേരെ നിൽക്കുക. നിന്നതിന് ശേഷമാണ് ഇപ്പോൾ സൂറത്ത് നമ്മൾ പിന്നെ ഇഖ്റ ബിസ്മിയാണല്ലോ ഓതിയത്, അത് പിന്നെ ആയത്തിന്റെ അപ്പം ആ സൂറത്ത് അവസാനിച്ചിട്ടുണ്ട്. അപ്പം ഇനി എന്ത് ചെയ്യുക? നേരെ നിന്നതിന് ശേഷം മാത്രമേ റുക്കൂയിലേക്ക് പോകാൻ പാടുള്ളൂ. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കൂയിലേക്ക് പോവുക. അപ്പോൾ നിസ്കാരത്തിൻ്റെ രൂപം ഇപ്പോൾ പറഞ്ഞു. നേരെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ സുജൂദിലേക്ക് പോവുക. സുജൂദ് ഒറ്റ സുജൂദുള്ളൂ. നേരെ സുജൂദ് കഴിഞ്ഞാൽ നേരെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ നിൽക്കുക. എന്നിട്ട് ബാക്കി നിസ്കരിക്കുക. ഇതാണ് നിസ്കാരത്തിൽ ചെയ്യേണ്ടത്. എന്നാൽ നിസ്കാരത്തിൽ അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ പുറത്താകുമ്പോൾ നമ്മൾ സാധാരണ നിസ്കരിക്കുന്ന പോലെ ഖിബലയിലേക്ക് ഔറത്ത് മറച്ചുകൊണ്ട് നേരെ നിൽക്കുക. സ്ത്രീകളാകുമ്പോൾ സ്ത്രീകളുടെ ഔറത്ത്, പുരുഷനാകുമ്പോൾ പുരുഷന്റെ ഔറത്ത് മറച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? നേരെ നിൽക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? ഖിബലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിയത്ത് വെച്ചുകൊണ്ട് ഞാൻ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നു, അല്ലാഹു അക്ബർ എന്ന് തക്ബീർ കെട്ടിയതിന് ശേഷം നേരെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് സുജൂദിലേക്ക് പോവുക. സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്ന തസ്ബീഹ് ചൊല്ലുക. അതല്ലെങ്കിൽ സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന തസ്ബീഹ് ചൊല്ലുക. ചൊല്ലിയതിന് ശേഷം നേരെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുക. ഇരുന്നിട്ട് ഒറ്റ സുജൂദുള്ളൂ. ഇരുന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ നിസ്കാരത്തിന്റെ അവസാനം സലാം വിട്ടുന്നത് പോലെ 2 സലാം വിട്ടുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് സലാം വിട്ടുക. ഇതാണ് നിസ്കാരത്തിന്റെ പുറത്തുള്ള ആൾ ചെയ്യേണ്ടത്.